നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നിർഭാഗ്യവാനായ കള്ളൻ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 23 അധ്യായത്തിന്റെ 39 വാക്യം. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദൂഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധി തന്നെ ആയിട്ടെന്ന് ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തനത്തിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ നിന്ദിക്കാൻ വേണ്ടിയാണ് രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെ, യെരുശലേംകാർക്ക് പരിചിതരായ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെ യേശുവിനോട് കൂടെ പീലാത്തോസിന്റെ ആ കൽത്തളം മുതൽ കുരിശുമൊപ്പിച്ചു കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്ന് ആ മലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും യേശുവിനെ പരിഹസിക്കുകയാണ്. യേശുവിനെ പരിഹസിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം യേശു ജീവിതകാലത്ത് വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന് മീതെ നടന്നു. 5 പൗണ്ട് 5000 പോഷിപ്പിച്ചു, 7 കൊണ്ട് 4000 പോഷിപ്പിച്ചു. പലവിധ രോഗികൾക്ക്, ഭൂതബാധിതർക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ പോലും ഉയർപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഭൂതങ്ങളെ കൊണ്ടാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഇപ്പോൾ ഗത്സമനയിൽ വെച്ച് പിടിക്കപ്പെട്ടു, ബന്ധിതനായി, അടിയേൽക്കപ്പെട്ടു, വിസ്തരിക്കപ്പെട്ടു. യേശുവിന് വേണ്ടി സാക്ഷ്യം പറയാൻ ആരും ഉണ്ടായില്ല. യേശു വിധിക്കപ്പെട്ടു, കുരിശ് ചുമപ്പിക്കപ്പെട്ടു, ഈ മലയിൽ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിനെ പരിഹസിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ആളുകൾ പരിഹസിച്ചു പോകും. കാരണം ദൈവം മനുഷ്യനായി വന്നിട്ട് ഇതുപോലെ വേദനയും യാതനയും നിന്ദയും അപമാനവും അനുഭവിക്കാനിടയാകും എന്നൊരു അറിവ്, അങ്ങനെയൊരു ധാരണ യഹൂദന്മാർക്കില്ല. ദൈവം മനുഷ്യനാകുമെന്ന് അവർക്കറിയാം, ദൈവപുത്രൻ ഭൂമിയിൽ വരുമെന്ന് അവർക്കറിയാം. അതായത് ഇസ്രായേലിനെ രക്ഷിക്കാൻ, അതായത് അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് അവർക്ക് സ്വതന്ത്ര രാജ്യം നൽകാനും, ഭൂമിയുടെ ശാപം മാറ്റി ദൈവരാജ്യം നൽകാനും, ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ തീർച്ചയായിട്ടും ഒരു രാജാവ് ഉണ്ടാകും എന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഒരു ചോരക്കുഞ്ഞായിട്ടോ, ഒരു കാലിക്കൂട്ടിൽ കിടക്കുന്ന ഒരാളായിട്ടോ, ഒരു ദരിദ്ര ചെറ്റൻ്റെ വീട്ടിൽ തച്ചുപണി ചെയ്തുകൊണ്ട് 30 വർഷം ജീവിക്കുന്ന ഒരാളായിട്ടോ, പിന്നെ ഗലീലക്കാരായ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകളെ ചേർത്ത് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ഒരാളായിട്ടോ അവർക്ക് ചിന്തിക്കാനായി സാധിക്കുകയില്ല. അവർ ചിന്തിച്ചിട്ടില്ല. യേശു കള്ളപ്രവാചകനാണെന്നാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന കാലത്തും അവര് ചിന്തിച്ചതും വിലയിരുത്തിയതും. ഇപ്പൊ അതിനെ അടിവരയിടുന്ന നിലയിലാണ് യേശു പിടിക്കപ്പെട്ടതും, അല്ലെങ്കിൽ യേശു കുരിശുമൊപ്പിക്കപ്പെട്ടതും, യേശു മലയിലെത്തപ്പെട്ടതും. അതുകൊണ്ട് അവര് തീർച്ചയായിട്ടും പരിഹസിക്കും. അത് കേൾക്കുന്ന ആളുകൾ അവരും പരിഹസിക്കും. അതുകൊണ്ടാണ് തന്നോടുകൂടെ കുരിശിക്കപ്പെട്ട ആ കള്ളന്മാരും യേശുവിനെ പരിഹസിക്കുവാനിടയായത്. എന്നാൽ യേശുവിൻ്റെ പ്രാർത്ഥനയും പെരുമാറ്റവും അതുപോലെ കുരിശിലെ മേലെഴുത്തും ഇതൊക്കെ കണ്ട് ഒരുപക്ഷെ മുമ്പ് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളും കൂടെ ആയിരിക്കാം ഒരു കള്ളന് മാനസാന്തരമുണ്ടായി. അവൻ മറ്റവൻ എങ്ങനെയെങ്കിലും ഈ ദൈവത്തെ അറിയാനിടയാകേണ്ടത് ആഗ്രഹിക്കുകയാണ്. അതാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾ, തങ്ങളുടെ സുഹൃത്തുക്കൾ, തങ്ങളുടെ അയൽക്കാര് ഒക്കെ ഈ ദൈവത്തിലേക്ക് വരണം എന്ന് അവർക്ക് താല്പര്യമുണ്ടാകും. അവർക്ക് മാത്രമല്ല, യേശുവും അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യേശുവിനാൽ ഭൂതബാധയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച, ലഗ്യോനിൽ നിന്ന് വിടുതൽ പ്രാപിച്ച മനുഷ്യനോട് യേശു പറയുന്നത്, നീ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ പറയുക എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാപിയുടെ, അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തിക്കാരൻ്റെ ഒരു സുബോധമില്ലാതെ, ലക്കും ലഗാനുമില്ലാതെ ജീവിച്ചവൻ്റെ പല രഹസ്യകാര്യങ്ങളും അറിയാവുന്നത് വീട്ടുകാർക്കാണ്. അവന് യേശുവിനാൽ മാറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും
യേശു ദൈവമാണ്, ദൈവത്തിന് മാത്രമേ ഇങ്ങനൊരു വ്യത്യാസം വരുത്താൻ കഴിയൂവെന്ന് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ വേറെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. യേശുവിനോട് കൂടെ ആ മനുഷ്യൻ ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഭൂതഗ്രസ്തനായിരുന്നു, യേശു സൗഖ്യം നൽകിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കത്തില്ല. എന്നാൽ അവൻ്റെ ബന്ധുക്കളുടെ അടുക്കൽ അവൻ ചെന്നിട്ട് യേശു എനിക്ക് സൗഖ്യം തന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വിശ്വസിക്കും. അതുകൊണ്ട് യേശു തനിക്ക് തന്നാൽ സൗഖ്യം കിട്ടിയ പലരോടും നിങ്ങൾ ബന്ധുക്കളുടെ അടുക്കൽ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ ഒരുമിച്ച് മോഷ്ടിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കവർച്ച ചെയ്ത് ജീവിച്ച ആളുകളിൽ ഒരാൾക്ക് സുബോധം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ മറ്റവനെ ശാസിക്കുകയാണ്. മറ്റവനോട് പറയുകയാണ്, സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നല്ലയോ? ഈ കഷ്ടം അനുഭവിക്കുന്നത് വേറെ ആരുമല്ല, ദൈവമാണ്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, അല്ലെങ്കിൽ ദൈവത്വനാണ്, മശിഹയാണ്. നീ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല? എന്നിട്ട് പറയുകയാണ്, നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുന്ന, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായത് നമുക്ക് കിട്ടുന്നു, ഇവനും അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക. അപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്ത് തന്നോടുകൂടെ ഉറങ്ങി, തന്നോടുകൂടെ കവർച്ച ചെയ്ത്, തന്നോടുകൂടെ പലപ്പോഴും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള തൻ്റെ ഉറ്റ സുഹൃത്ത് പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, രക്ഷിതാവാണ്, നമുക്കൊരു നല്ല ജീവിതം സ്വർഗത്തിൽ തരുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് യേശുവിനെ ബഹുമാനിക്കണം, യേശുവിനെ സ്വീകരിക്കണം, കൈക്കൊള്ളണം എന്ന് മറ്റവൻ പറഞ്ഞു. പക്ഷേ ഒരു മാറ്റവും അവനുണ്ടായില്ല. ഒരുപക്ഷെ അവൻ താഴെ നിൽക്കുന്ന മഹാപുരോഹിതന്മാരെയൊക്കെ ആയിരിക്കും കൂടുതൽ ബഹുമാനിച്ചത്. കാരണം അവൻ യഹൂദനാണല്ലോ. ഈ മഹാപുരോഹിതന്മാരാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ, മൂപ്പന്മാരാകട്ടെ ആരും ഇവന് വേണ്ടി അമ്മയെടുക്കാനോ ഞങ്ങളുടെ ടീച്ചിങ്ങിൻ്റെ, ഞങ്ങളുടെ പഠിപ്പിക്കലിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇവനിങ്ങനെ കൊള്ളരുതാത്തവനായത്, അതുകൊണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ഞങ്ങൾ ഇവനെ ഒന്നുകൂടെ പഠിപ്പിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് ജാമ്യം എടുക്കാൻ അവരാരും വന്നില്ല. എന്നിട്ടും അവൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവന് യേശുവിനെ കൈക്കൊള്ളാതിരിക്കുകയാണ്. പക്ഷേ യേശു മാനസാന്തരപ്പെട്ട കള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഇത് കേട്ടാൽ ന്യായമായിട്ട് യേശുവേ എന്നെ ഓർക്കണമേ, എന്നെ ഉപേക്ഷിക്കരുതേ, എന്നെ കൂടെ എന്ന് പറഞ്ഞ് ഇവൻ കടന്ന് കാറേണ്ടതാണ്, നിലവിളിക്കേണ്ടതാണ്. പക്ഷേ തൻ്റെ ഉത്തമ സുഹൃത്ത് സ്വർഗത്തിലേക്ക് പോകാൻ അവന് അംഗീകാരം കിട്ടിയത് കേട്ടിട്ടും ഒരു മാറ്റവും മറ്റേ കള്ളനുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനോടടുത്ത് ചില മണിക്കൂറുകൾ ചെലവഴിക്കാൻ ഭാഗ്യമുണ്ടായിട്ടും, യേശു ഒരാളെ സ്വർഗാവകാശിയാകുന്നത് നേരിട്ട് കണ്ടിട്ടും, ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച് ഇവനോട് താല്പര്യമായി പറഞ്ഞിട്ടും അവനത് അംഗീകരിച്ചില്ല. അവൻ നരകത്തിലേക്ക് പോയി. അതുപോലെ ഹതഭാഗ്യനായ, നിർഭാഗ്യവാനായ വേറെ ആരെങ്കിലും നരകത്തിൽ കാണുമോ എന്ന് സംശയമാണ്. അവനെപ്പോലെ നരകത്തിൽ നിലവിളിക്കുന്ന വേറെ ആരും കാണുകയില്ല. കാരണം ഞാൻ എത്രയോ നീചനാണെന്ന് അവൻ പറയും. ഒരൊറ്റ വാക്കിന് എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമായിരുന്നു. എൻ്റെ അടുക്കൽ സ്വർഗത്തിലെ ദൈവം വന്നതാണ്. അവൻ്റെ കുരിശിലെ മേലെഴുത്ത് ഞാൻ വായിച്ചതാണ്. അവൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടതാണ്. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. യേശു അവനെ രക്ഷിക്കുന്നത് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. എന്നിട്ടും ഞാൻ ഹൃദയം തുറന്നില്ലല്ലോ, അധരം തുറന്നില്ലല്ലോ. ഞാൻ യേശുവിനെ വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ കൈക്കൊണ്ടില്ലല്ലോ. ഞാൻ പിന്നെയും പാപത്തെയും മതത്തെയുമാണല്ലോ സ്നേഹിച്ചത് എന്ന് പറഞ്ഞ് അവൻ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് നിത്യകാലം കഴിയുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, കർത്താവ് നമ്മെ സന്ദർശിക്കുമ്പോൾ, യേശുവിന് ഹൃദയം കൊടുക്കുവാൻ, യേശുവിനായി ജീവിക്കാൻ തീരുമാനമെടുക്കാൻ സാധിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.